മന്ദാരം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് ബ്രെഡ് വെച്ചിട്ടുള്ള ഒരു ഉപ്പുമാവാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഉപ്പുമാവ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 5 പീസ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ഒരു സവാള പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഒരു തണ്ട് കറിവേപ്പില, ഒരു 3-4 പച്ചമുളക്, പിന്നീട് ഒരു ടേബിൾ സ്പൂൺ നിലക്കടലയാണ്. അതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ അണ്ടിപ്പരിപ്പും എടുത്തിട്ടുണ്ട്, അത് നുറുക്കി എടുത്തിട്ടുണ്ട് അണ്ടിപ്പരിപ്പ്. ഇനി നമുക്കിത് തയ്യാറാക്കാം. ബ്രെഡൊന്ന് നമുക്ക് മിക്സിയുടെ ജാറിൽ വെച്ചിട്ട് പൊടിച്ചെടുത്തതാണിത്. ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി, കൂടുതൽ പൊടിഞ്ഞു പോകേണ്ട ആവശ്യമില്ല. പിന്നീട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചു, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ആവശ്യത്തിന് വേണം, കാരണം ഈ നിലക്കടല ഇതൊക്കെ ഇതിൽ വറുത്തെടുക്കാനുള്ളതാണ്. കൂടെ നമ്മളൊരു പീസ് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, ബട്ടർ വേണം നിർബന്ധമില്ല. ഇനി ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്താലും മതി, നമുക്ക് ടേസ്റ്റ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർത്ത് കൊടുത്തത്. പിന്നീട് ഒരു 1/2 ടീസ്പൂൺ കടുകാണ് ചേർക്കുന്നത്. കടുക് നന്നായി പൊട്ടി വന്ന ശേഷം 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കാം. ഉഴുന്നുപരിപ്പ് കുറച്ച് മൂത്ത ശേഷം നമുക്ക് നിലക്കടലയാണ് പിന്നീട് ചേർക്കേണ്ടത്. നിലക്കടല കുറച്ച് മൂത്ത് കിട്ടണം, നമുക്ക് ഒന്ന് പൊരിഞ്ഞ് കിട്ടണം. പച്ചച്ചവ മാറിയിട്ട് നമ്മൾ മിക്സ്ചറിനൊക്കെ വറക്കണ പോലെ ഒന്ന് വെന്ത് കിട്ടണം. അതിൻ്റെ ശേഷം ഞാൻ അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അണ്ടിപ്പരിപ്പും നമുക്കൊന്ന് ബ്രൗൺ കളറാവണ വരെ ഇളക്കി കൊടുക്കാം. ഇത് രണ്ടും നന്നായിട്ട് മൂത്ത ശേഷമാണ് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക്, കറിവേപ്പില, ഉള്ളി എല്ലാം ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നല്ലതായിട്ട് നമുക്ക് ഇളക്കി കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കണം. കുറച്ചൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് ഇളക്കി കൊടുത്താൽ മതി. കൂടുതൽ ബ്രൗൺ കളറാവണ്ട, എന്നാൽ അതിൻ്റെ പച്ച ടേസ്റ്റൊക്കെ വിട്ട് ഒന്ന് വാടി കിട്ടണം. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർന്ന ബ്രെഡാണെങ്കിൽ നമ്മൾ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ നമുക്ക് ബ്രെഡിലേക്കും കൂടിയുള്ള ഉപ്പ് വേണം. ചിലത് സ്വീറ്റ് ബ്രെഡായിരിക്കും, അതുകൊണ്ട് അത് നോക്കിയിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. ഇപ്പോൾ ഏകദേശം ഇത് നന്നായിട്ട് പാകത്തിന് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. പിന്നീട് അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ പച്ചമുളകിൻ്റെ എരിവ് മതി എന്ന് വിചാരിച്ചാൽ ഈ മുളക് പൊടി സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ നമുക്ക് കുറച്ച് എരിവും അതുപോലെ തന്നെ ഉപ്പും എരിവൊക്കെ ഒരുപോലെ ഉണ്ടെങ്കിലാണ് ഈ ഉപ്പുമാവിന് ടേസ്റ്റ് കിട്ടുന്നത്. അതുകൊണ്ട് ചേർത്ത് കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ കടല, അണ്ടിപ്പരിപ്പ്, ഉള്ളി ഇതിലേക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എരിവും ഉപ്പൊക്കെ പാകത്തിന് തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി അതിൻ്റെ പച്ചച്ചൊവ മാറണ വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഏകദേശമൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള ബ്രെഡ് ഒരുപോലെ ഇളക്കി കൊടുക്കുക. ഇനി കുറച്ച് നമുക്ക് ഗ്യാസ് കുറച്ച് വെക്കണം ഫ്ലെയിം, കാരണം ഇനി അടിക്ക് പിടിക്കുകയോ കരിയൊന്നും ചെയ്യരുത്. നമ്മൾ ആ എണ്ണയിൽ കിടന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമ്മൾ ആദ്യം ചേർത്ത് കൊടുത്ത ബട്ടർ ഈ സമയത്ത് ചേർത്താലും മതി. ഞാനത് തുടക്കത്തിലേ ചേർത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഈ സമയത്ത് നമ്മൾ ബട്ടർ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി നമുക്കിത് ഇളക്കി യോജിപ്പിച്ചെടുക്കാൻ എളുപ്പമാവും. എപ്പോൾ ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, അപ്പം നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്താൽ മതി. ഇനി നമുക്കിതിലത്തെ ഉപ്പൊക്കെ ഒന്ന് നോക്കാം. പാകത്തിന് തന്നെ ഉപ്പ് ആയിട്ടുണ്ട്. ഞാൻ മധുരമില്ലാത്ത ബ്രെഡാണ് എടുത്തിരുന്നത്, അതുകൊണ്ട് ഞാൻ ചേർത്ത ഉപ്പ് പാകമായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ നാളികേരം ചിരകി വെച്ചതാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. നാളികേരത്തിൻ്റെ അളവ് നമുക്ക് വേണ്ടത്ര ചേർക്കാം. കൂടുതൽ നാളികേരം വേണമെന്നുള്ളവരാണെങ്കിൽ കൂടുതൽ ചേർക്കാം. ഞാൻ 5 പീസ് ബ്രെഡ് എടുത്തതിനനുസരിച്ചിട്ടാണ് 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തത്. ഇത്ര പണിയേ ഉള്ളൂ നമുക്ക് ഈ ബ്രെഡ് ഉപ്പുമാവ് തയ്യാറാക്കാൻ. എല്ലാവരുടെ വീട്ടിലിപ്പോൾ ബ്രെഡൊക്കെ ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് ഒന്ന് പെട്ടെന്ന് തയ്യാറാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇത്. ഇനി നമുക്കിതൊന്ന് വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം.
നമുക്ക് ഈവനിങ്ങിൽ നമുക്ക് ചായക്ക് വേണ്ടിയിട്ടാണെങ്കിലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടാണെങ്കിലും ഒക്കെ ഇത് നല്ല ടേസ്റ്റാണ്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. നമുക്ക് എടുത്തിട്ടുള്ള ഉള്ളിയും പച്ചമുളകും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് നിലക്കടലയൊക്കെ ഒന്ന് മൂത്ത് കിട്ടാനുള്ള സമയമാണ് ഇതിന് വേണ്ടു. രുചിയേറിയ ബ്രെഡ് ഉപ്പുമാവ് തയ്യാറായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയണം. ഇനി ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം.